അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് മനസ്സിൽ തട്ടുന്ന ഒരു കഥയുമായാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മെ 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ ഉമ്മയല്ലേ? ഉമ്മ. ആ രണ്ടക്ഷരത്തിൽ അടങ്ങാത്ത സ്നേഹമുണ്ട്. ലോകം മുഴുവൻ നമ്മെ കൈവിട്ടാലും കൈവിടാത്ത ഒരേയൊരു തണലാണ് ഉമ്മ. പക്ഷെ ചില നേരങ്ങളിൽ ചില മനുഷ്യർക്ക് സ്വാർത്ഥത മൂലം ആ തണലിന്റെ വില മറന്നുപോകുന്നു. സ്വന്തം ഭാര്യയുടെ വാക്കുകേട്ട് പെറ്റ ഉമ്മയെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കാൻ പോയ ഒരു മകന്റെ കഥയാണിത്. നമ്മുടെയൊക്കെ കണ്ണു നിറയിക്കുന്ന, ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഈ കഥയിലുണ്ട്. കല്ലുപോലെയുള്ള ഒരു മകന്റെ ഹൃദയത്തെ തകർത്തു കളഞ്ഞത് ഉമ്മയുടെ ആ ഒരു വാക്കാണ്. എന്തായിരുന്നു ആ വാക്ക്? എന്തിനാണ് ആ ഉമ്മക്കാട്ടിലെ മരച്ചില്ലകൾ ഓരോന്നായി ഒടിച്ചിട്ടത്? നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. മനസ്സിനെ ുന്ന സുലൈമാന്റെയും ഉമ്മയുടെയും ആ ഹൃദയസ്പർശിയായ ചരിത്രം പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉമ്മയെ ഒന്നുകൂടി നെഞ്ചോട് ചേർക്കാൻ നിങ്ങൾക്ക് തോന്നും. നമുക്ക് ആ കഥയിലേക്ക് പോകാം. കഥ കാട്ടിലെ അടയാളങ്ങൾ. പണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കാടിനോട് ചേർന്ന് ഒരു വീടുണ്ടായിരുന്നു. അവിടെ സുലൈമാൻ എന്ന മകൻ തന്റെ വൃദ്ധയായ ഉമ്മയോടൊപ്പം താമസിച്ചിരുന്നു. സുലൈമാന്റെ ഉപ്പ മരിച്ച കാലം മുതൽ ആ ഉമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. മറ്റുള്ളവരുടെ പറമ്പുകളിൽ പണിയെടുത്തും പട്ടിണി കിടന്നും ആ ഉമ്മ തന്റെ മകനെ പൊന്നുപോലെ വളർത്തി. മകന്റെ ഓരോ വളർച്ചയിലും ആ ഉമ്മയുടെ പ്രാർത്ഥനകളും വിയർപ്പുമുണ്ടായിരുന്നു. കാലം കടന്നുപോയി. സുലൈമാൻ വളർന്നു. അവൻ വിവാഹിതനായി. പുതിയ ജീവിത സാഹചര്യങ്ങൾ വന്നതോടെ അവന്റെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. സുലൈമാന്റെ ഭാര്യയ്ക്ക് ആ വൃദ്ധയായ ഉമ്മയെ നോക്കുന്നത് ഒരു വലിയ ഭാരമായി തോന്നി. പ്രായത്തിന്റെ അവശതകൾ മൂലം ഉമ്മക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മറന്നുപോകും, ചിലപ്പോൾ നടത്തം പതറും. ഇതെല്ലാം അവന്റെ ഭാര്യയെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. അവൾ എന്നും സുലൈമാന്റെ കാതുകളിൽ പരാതികൾ മാത്രം നിറച്ചുകൊണ്ടിരുന്നു. ഈ ഉമ്മയെക്കൊണ്ട് ഞാൻ തോറ്റു. ഇവർ ഈ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഒരു നിമിഷം സമാധാനം കിട്ടില്ല. ഒന്നുകിൽ ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ടുപോകും. ഭാര്യയുടെ നിരന്തരമായ നിർബന്ധത്തിന് മുന്നിൽ സുലൈമാന്റെ മനസ്സ് പതറി. കല്ലുപോലെയുള്ള ഹൃദയവുമായി അവൻ ആ ക്രൂരമായ തീരുമാനമെടുത്തു. സ്വന്തം ഉമ്മയെ ദൂരെയുള്ള കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കുക. ഒരു പുലർക്കാലം പക്ഷികൾ കരഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ സുലൈമാൻ തന്റെ ഉമ്മയെ വിളിച്ചുണർത്തി. ഉമ്മേ, എഴുന്നേൽക്കൂ. നമുക്ക് ദൂരെയുള്ള ഒരു ബന്ധുവീട്ടിൽ പോകാനുണ്ട്. അവിടെ ഉമ്മയ്ക്ക് സുഖമായി താമസിക്കാം. നിഷ്കളങ്കയായ ആ ഉമ്മ മകനെ പൂർണ്ണമായും വിശ്വസിച്ചു. എനിക്ക് നടക്കാൻ വയ്യല്ലോ മോനെ, അവർ മെല്ലെ പറഞ്ഞു. സാരമില്ല ഉമ്മേ, ഞാൻ ഉമ്മയെ ചുമലിലേറ്റാം, സുലൈമാൻ മറുപടി നൽകി. വർഷങ്ങൾക്ക് മുൻപ് അവനെ ചുമലിലേറ്റി നടന്ന അതേ ഉമ്മയെ ഇന്ന് അവരെ ഉപേക്ഷിക്കാനായി അവൻ ചുമലിലേറ്റി. അവർ കാടിന്റെ ആഴങ്ങളിലേക്ക് നടന്നു നീങ്ങി. വെളിച്ചം പോലും കടന്നു ചെല്ലാത്ത കൊടുങ്കാട്. യാത്രക്കിടയിൽ സുലൈമാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്റെ പുറത്തിരുന്ന് ഉമ്മ ഇടയ്ക്കിടെ മരച്ചില്ലകൾ ഒടിക്കുന്നുണ്ട്. വഴിയരികിലെ ചെറിയ കൊമ്പുകളും പൂക്കളും അവർ താഴേക്കിടുന്നുണ്ടായിരുന്നു. സുലൈമാൻ ഉള്ളിൽ പരിഹസിച്ചുകൊണ്ട് ചിന്തിച്ചു, പാവം ഉമ്മ തിരിച്ചു വരാനുള്ള അടയാളം വെക്കുകയാവും. പക്ഷെ ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് ഉമ്മ അറിയുന്നില്ലല്ലോ. അവൻ നടത്തത്തിന്റെ വേഗത വീണ്ടും കൂട്ടി. കാടിന്റെ നടുവിൽ വിജനമായ ഒരിടത്ത് സുലൈമാൻ ഉമ്മയെ ഒരു മരത്തണലിൽ ഇറക്കി വെച്ചു. ഉമ്മ ഇവിടെ ഇരിക്കൂ, ഞാൻ അടുത്ത് ഒരിടം വരെ പോയിട്ട് വരാം. കള്ളം പറഞ്ഞ് സുലൈമാൻ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. അപ്പോൾ പിന്നിൽ നിന്നും ആ ഉമ്മ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു, മോനെ സുലൈമാൻ, എന്റെ മകനെ, ഒന്ന് നിൽക്കൂ. സുലൈമാൻ നിന്നു. പക്ഷെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ അവനായില്ല. ഉമ്മ പറഞ്ഞു, മോനെ, നിനക്ക് ഈ കൊടുങ്കാട് പരിചയമില്ലല്ലോ. നീ തിരിച്ചു പോകുമ്പോൾ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ വന്ന വഴിയിലുടനീളം ഞാൻ മരച്ചില്ലകൾ ഒടിച്ചിട്ടിട്ടുണ്ട്. ആ അടയാളങ്ങൾ നോക്കി നീ വേഗം വീട്ടിൽ പോകണം. നിനക്കൊരു ആപത്തും സംഭവിക്കരുത് മോനെ. അതാണ് ഉമ്മയുടെ ആഗ്രഹം. ആ വാക്കുകൾ സുലൈമാന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ പോലെ തറച്ചു. തന്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞിട്ടും തന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ വന്ന മകന്റെ സുരക്ഷ മാത്രമായിരുന്നു ആ നിമിഷവും ആ ഉമ്മയുടെ ചിന്തയിൽ. അവന്റെ ഉള്ളിലെ അഹങ്കാരമെല്ലാം തകർന്നു വീണു. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ കാൽക്കൽ വീണു. എന്റെ ഉമ്മയെ എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്തത് മഹാപാപമാണ്. അവൻ ഉമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. എന്നിട്ട് അവരെ വീണ്ടും തന്റെ ചുമലിലേറ്റു. ഇത്തവണ അവൻ നടന്നത് സ്നേഹത്തിന്റെ വഴിയിലേക്കായിരുന്നു. ഉമ്മ ഒടിച്ചിട്ട ഓരോ മരച്ചില്ലകളും അവന് ശരിയായ വഴി കാണിച്ചു കൊടുത്തു. ആ അടയാളങ്ങൾ നോക്കി അവൻ ഉമ്മയെ തിരികെ വീട്ടിലെത്തിച്ചു. സുലൈമാൻ തന്റെ ഭാര്യയോട്
ഉറപ്പിച്ചു പറഞ്ഞു, ഈ ഉമ്മയാണ് എന്റെ സ്വർഗം. ഉമ്മയില്ലാത്ത ഒരിടത്തും എനിക്ക് സമാധാനമില്ല. അന്നു മുതൽ ആ മകൻ തന്റെ ഉമ്മയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു. ിൽ നിന്നും തിരിച്ചെത്തിയ ആ രാത്രി സുലൈമാൻ ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ചുമലിലിരുന്ന് ഉമ്മ മരച്ചില്ലകൾ ഒടിച്ചിട്ട ഓരോ കാഴ്ചയും അവന്റെ കൺമുന്നിൽ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. നീ തിരിച്ചു പോകുമ്പോൾ വഴിതെറ്റരുത് മോനെ എന്ന ആ സ്നേഹമന്ത്രം അവന്റെ കാതുകളിൽ വിങ്ങലായി മാറി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് അവൻ ഉമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അവിടെ ആ നിഷ്കളങ്കയായ ഉമ്മ സമാധാനമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ സുലൈമാന്റെ മാറ്റം കണ്ട് സമീറ അത്ഭുതപ്പെട്ടു. അവൻ ഉമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർക്ക് പല്ല് തേക്കാൻ സഹായിച്ചു. സമീറ ദേഷ്യത്തോടെ സുലൈമാന്റെ അടുത്തേക്ക് വന്നു. എന്തിനാണ് അവരെ തിരികെ കൊണ്ടുവന്നത്? നമ്മുടെ സമാധാനം കളയാനാണോ നിങ്ങൾക്കിഷ്ടം? സമീറയുടെ ചോദ്യം കേട്ട് സുലൈമാൻ ശാന്തമായി മറുപടി പറഞ്ഞു. സമീറ, ഇന്ന് ഞാൻ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്. എന്നെ വഴി കാണിക്കാൻ കാട്ടിൽ ചില്ലകൾ ഒടിച്ചിട്ട ആ കൈകളെ തള്ളിക്കളയാൻ ഇനി എനിക്ക് കഴിയില്ല. നിനക്ക് എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ എന്റെ ഉമ്മയെയും നിന്റെ ഉമ്മയെപ്പോലെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി തിരഞ്ഞെടുക്കാം. സുലൈമാന്റെ വാക്കുകളിലെ ദൃഢത സമീറയെ സ്തബ്ധയാക്കി. അവൾ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ദിവസങ്ങൾ കടന്നുപോയി. സുലൈമാൻ ഉമ്മയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ജോലിക്ക് പോകുന്നതിന് മുൻപ് ഉമ്മയ്ക്ക് ഭക്ഷണം നൽകാനും അവരോട് കുശലം പറയാനും അവൻ സമയം കണ്ടെത്തി. ഉമ്മയുടെ മങ്ങിയ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണീർ തത്തിക്കളിച്ചു. ഒരു മാസത്തിനു ശേഷം വിധി മറ്റൊരു രൂപത്തിൽ ആ വീട്ടിലെത്തി. സമീറയ്ക്ക് കഠിനമായ പനി ബാധിച്ചു. എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവൾ കിടക്കയിലായി. സുലൈമാൻ ജോലിക്ക് പോയ സമയമായിരുന്നു അത്. ആരും നോക്കാനില്ലാതെ അവൾ തളർന്നു കിടന്നപ്പോൾ പതറുന്ന ചുവടുകളുമായി ആ ഉമ്മ അവളുടെ അടുത്തെത്തി. കാഴ്ച കുറവാണെങ്കിലും വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവർ സമീറയുടെ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ചു കൊടുത്തു. തന്റെ പ്രായത്തിന്റെ അവശതകൾ മറന്ന് അവർ അടുക്കളയിൽ ചെന്ന് അവൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളവും കഞ്ഞിയും കരുതി. മോളെ സമീറ, ഈ കഞ്ഞി അല്പം കുടിക്കൂ എന്ന് പറഞ്ഞ് അവർ അവളുടെ തല പതുക്കെ ഉയർത്തി. കണ്ണു തുറന്ന സമീറ കണ്ടത് തന്നെ ശുശ്രൂഷിക്കുന്ന അമ്മായിയമ്മയെയാണ്. താൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച അതേ ഉമ്മ, താൻ കാട്ടിലേക്ക് അയക്കാൻ പറഞ്ഞ അതേ ഉമ്മ. സമീറയുടെ ഹൃദയം നൊന്തു. അവൾ പൊട്ടിക്കരഞ്ഞു. ആ ഉമ്മയുടെ കൈകൾ പിടിച്ച് അവൾ മാപ്പ് ചോദിച്ചു. ഉമ്മേ, എന്നോട് പൊറുക്കണം. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പില്ല. ആ വൃദ്ധയായ ഉമ്മ അവളെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. സാരമില്ല മോളെ, നീ എന്റെ മകളല്ലേ എന്ന് പറഞ്ഞ് അവർ അവളുടെ നെറ്റിയിൽ തലോടി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ സുലൈമാൻ കണ്ടത് മനോഹരമായി. പ്രിയപ്പെട്ടവരെ, ജുറൈജ് എന്ന പുണ്യപുരുഷന്റെ ഈ ചരിത്രം നിങ്ങളിൽ വലിയൊരു ചിന്തയുണ്ടാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യാസത്യങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ കാണിക്കുന്ന തിടുക്കം പലപ്പോഴും നിരപരാധികളെ വേദനിപ്പിച്ചേക്കാം എന്ന വലിയ സത്യമാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും ശാപത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ എത്രമാത്രം വിലയുണ്ടെന്നും നാം കണ്ടു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് ക്ഷമയോടെ മുന്നോട്ടു പോയാൽ ഇരുളടഞ്ഞ വഴികളിൽ അള്ളാഹു നമുക്ക് പ്രകാശം നൽകും. ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഒരു സ്വതക്കയാണ്. ഇതുപോലുള്ള കൂടുതൽ ഇസ്ലാമിക ചരിത്രങ്ങളും അറിവുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ അള്ളാഹു നമ്മെ എല്ലാം സത്യത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. നമ്മുടെ വീടുകളിൽ ഐശ്വര്യവും സമാധാനവും അവൻ ചൊരിയട്ടെ. ഏവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും നമ്മൾ ഒന്നായി കനിവിൻ
സ്നേഹത്തണലിൽ ഒരുമയുടെ കൂട്ടിൽ ഈ വീട് സ്വർഗം പോലെ നമ്മുടെ സ്വന്തം വീട്. ഓ നമ്മുടെ സ്വന്തം വീട്. സ്നേഹത്തിൻ വാതിൽ തുറന്നു വീണ്ടും നമ്മൾ ഒന്നായി. കനിവിൻ ഈണങ്ങൾ പാടുന്നിതാ വീണ്ടും. ഉമ്മയുടെ സ്നേഹത്തണലിൽ ഒരുമയുടെ കൂട്ടിൽ ഈ വീട് സ്വർഗം പോലെ നമ്മുടെ സ്വന്തം വീട്. ഓ നമ്മുടെ സ്വന്തം വീട്. സ്നേഹത്തിൻ വാതിൽ തുറന്നു വീണ്ടും നമ്മൾ ഒന്നായി. കനിവിൻ ഈണങ്ങൾ പാടുന്നിതാ വീണ്ടും. ഉമ്മയുടെ സ്നേഹത്തണലിൽ ഒരുമയുടെ കൂട്ടിൽ ഈ വീട് സ്വർഗം പോലെ നമ്മുടെ സ്വന്തം വീട്. ഓ നമ്മുടെ സ്വന്തം വീട്. സ്നേഹത്തിൻ വാതിൽ തുറന്നു വീണ്ടും നമ്മൾ ഒന്നായി. കനിവിൻ ഈണങ്ങൾ പാടുന്നിതാ വീണ്ടും. ഉമ്മയുടെ സ്നേഹത്തണലിൽ ഒരുമയുടെ കൂട്ടിൽ ഈ വീട് സ്വർഗം പോലെ നമ്മുടെ സ്വന്തം വീട്. ഓ നമ്മുടെ സ്വന്തം